നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അതോടെ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമഗതാഗതം വീണ്ടും താറുമാറായി. ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. യുഎഇയിലെ പ്രധാന എണ്ണപ്പാടകങ്ങൾ ലക്ഷ്യമിട്ടും ഇറാൻ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതോടെ യുഎഇയിലേക്കുള്ള വിമാന സർവീസുകൾ വിവിധ എയർലൈനുകൾ അടിയന്തരമായി തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇന്ന് പുലർച്ചെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 3:18 ദുബായ് മറീനയിലും അൽ സുഫു മേഖലയിലും ഉഗ്ര ശബ്ദം ഉണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിരോധ സംവിധാനങ്ങൾ വഴി ശത്രു നീക്കത്തെ ആകാശത്ത് വച്ച് തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് അധികൃതർ പറയുന്നത്. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് അബുദാബി റുവൈസ് ഇൻഡസ്ട്രിയൽ സോണിലെ തീ അണച്ചു. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. ഇറാന്റെ എണ്ണ ഉൽപാദന ശൃംഖലയുടെ നെടുംതൂണായ ഖാർക്ക് ദ്വീപിൽ തുടർച്ചയായ 2ാം ദിവസവും US ആക്രമണം നടത്തിയിരിക്കുകയാണ്. ദ്വീപിന്റെ മിക്ക ഭാഗങ്ങളും ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. വീണ്ടും ദ്വീപിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കയറ്റുമതിക്കുള്ള ഇറാനിയൻ എണ്ണയുടെ 90% ഖാർക്കിലെ സംസ്കരണശാലയിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. ഇറാനിലെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപിന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണമാണ് നിലവിൽ പ്രകോപനത്തിന് ആധാരം. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഗൾഫ് മേഖലയിലെ US സഖ്യകക്ഷികളെയും തന്ത്രപ്രധാനമായ എണ്ണപ്പാടകങ്ങളെയും ലക്ഷ്യമിടുന്നത്. എണ്ണപ്പാടകങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് UAE കനത്ത ജാഗ്രതയിലാണ്. ഇതിന്റെ ഭാഗമായി ദുബായ് അബുദാബി വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപം ആക്രമണം ഉണ്ടായതോടെ വ്യോമപാതയും അടച്ചു. യാത്രക്കാരോട് വിമാനത്താവളത്തിലേക്ക് എത്തരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും വരും മണിക്കൂറുകളിൽ തങ്ങളുടെ വ്യോമ മേഖലയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. എണ്ണപ്പാടകങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ ഒരു പ്രധാന കാരണമായിരിക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും നാട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കുന്നവരും അതാത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട വിമാനങ്ങളുടെ സമയം ഉറപ്പുവരുത്തണം. നിലവിലെ സാഹചര്യത്തിൽ മിക്ക സർവീസുകളും വഴിതിരിച്ചുവിടാനോ റദ്ദാക്കാനോ ആണ് സാധ്യത കൂടുതൽ. ആഡംബരത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമായിരുന്ന ദുബായ് നഗരം യുദ്ധഭീതിയിൽ നിശ്ചലമായിരിക്കുകയാണ്. ദുബായിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. UAEയുടെ സാമ്പത്തിക നട്ടലായ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം ആഗോള എണ്ണ വിപണിയെയും വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസികൾ താമസിക്കുന്ന UAEയിൽ യുദ്ധം കടുക്കുന്നത് കേരളത്തിലും വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നതും യാത്രാ തടസ്സങ്ങളും പ്രവാസികളുടെ മടക്കയാത്രയും സുരക്ഷയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്.